ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രണ്ട് നെക്ക് റോപ്പ് വരുന്നതും അതുപോലെ തന്നെ കപ്പും കൂടെ ആഡ് ചെയ്യുന്ന ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ക്ലോത്ത് 4ആയിട്ട് മടക്കി ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എത്ര ലെങ്താണോ വേണ്ടത് ആ ലെങ്താണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത്. 13 ഇഞ്ചാണ് നമുക്കിവിടെ വേണ്ടത് കേട്ടോ. 12 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ താഴെയും ഷോൾഡർ അടിച്ച് പോകുന്നതും എല്ലാം കൂടെ ആയിട്ട് തയ്യൽ തുമ്പ് ചേർത്ത് 1 ഇഞ്ച് കൂട്ടി 13 ഇഞ്ചിലാണ് ഇവിടെ ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ആണ് നോക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം നമ്മുടെ ഷോൾഡർ 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പാതി 6 ഇഞ്ച് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണ് ഷോൾഡർ ഒരു വൈഡ് നെക്കിനൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെയാണ് നമ്മളിവിടെ കറക്റ്റ് കണക്കിൽ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോൾഡർ ഇവിടെ 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഇഞ്ച് കിട്ടും. ആ 6 ഇഞ്ച് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ തൽക്കാലം 8 ഇഞ്ചാണ് നമ്മുടെ ബാക്ക് നെക്ക് വേണ്ടതെന്ന് നോക്കുക. നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി. 8 ഇഞ്ചാണെങ്കിൽ അപ്പോൾ ആ 8 ഇഞ്ചിനെ നമ്മൾ ഒരു -1 ചെയ്യുക. ആ -1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. ആ -1നെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 8ൽ നിന്നും 1 പോയി കഴിയുമ്പോൾ 7 ഇഞ്ച് കിട്ടും. എന്നിട്ട് ആ 7 ഇഞ്ചിൻ്റെ കൂടെ 0.25 അടയാളപ്പെടുത്തണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ 8 ഇഞ്ചൊന്നും വേണ്ട, 7 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ആ കണക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം മുതൽ കാണിക്കുകയാണ്. 12ൻ്റെ പാതി 6 എന്നിട്ട് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ചിൽ നിന്നും -1 കൊടുക്കുമ്പോൾ 6 ഇഞ്ച് കിട്ടും. ആ 6 ഇഞ്ചിൻ്റെ കൂടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു 0.25 എന്ന് പറയുന്നൊരു സംഖ്യയുണ്ട്. ആ സംഖ്യ കൂടെ ഇൻറ്റു ചെയ്യും. ആ ഇൻറ്റു ചെയ്ത് കിട്ടിയ ആ ഒരു സംഖ്യയെ നമ്മുടെ നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ആ ഒരു പകുതി കണ്ടല്ലോ, ആ പകുതിയിൽ നിന്നും മൈനസ് ചെയ്യും. അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് 4.5 ആണ്. ഞാനൊരു 2 പോയിൻ്റ് കൂടെ കൂട്ടിയെടുത്തിട്ടുണ്ട്. കാര്യം നമുക്ക് ഷോൾഡർ അടിച്ചു പോകുമ്പോഴും കറക്റ്റായിട്ട് വരണമല്ലോ. അതുകൊണ്ട് ഞാനിവിടെ ഒരു 4.5 2 പോയിൻ്റ് കൂടെ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈക്കുഴിയാണ്. കൈക്കുഴി ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒരു 5.5 ഇഞ്ചിൽ ഇവിടെ തൽക്കാലം മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 28 അതിൻ്റെ 4 എന്ന് പറയുമ്പോൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കൈക്കുഴി മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എത്രയാണോ ആ ഒരു കൈക്കുഴിയുടെ ലെങ്ത് മാർക്ക് ചെയ്തത് ആ ഒരു ലെങ്ത് ലൈൻ്റെ പകുതി കണ്ടിട്ട് ആ പകുതിയിൽ നിന്നാണ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ കൈക്കുഴി നമുക്ക് കിട്ടിയിരിക്കുന്നത് 15 ഇഞ്ചാണ്. ആ 15ൻ്റെ പാതി എന്ന് പറയുമ്പോൾ 7.5 നമുക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം. ആ 8 ഇഞ്ച് കൊടുത്തെടുത്ത് 7.5 വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അത് 7.5 അല്ല 8 ഇഞ്ച് കൊടുത്തെടുത്ത് വന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ അതായത് നമുക്ക് ഒരു പോയിൻ്റ്, ഒരു 1/2 ഇഞ്ച് പോയിൻ്റ് ഒന്ന് മുകളിലേക്ക് കൂട്ടി വരച്ച് കൊടുക്കാം. കൂട്ടിയല്ല, കുറച്ച് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ മാർക്കിംഗ് എല്ലാം ഒന്നുകൂടെ ചെയ്യുക. ആ ഒരു ലൈൻ്റെ ഹാഫ് 2.5 ഇഞ്ചിൽ പോയിൻ്റ് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒന്നുകൂടെ അളന്ന് നോക്കാവേ. ഇപ്പോൾ രണ്ടും ഒരു ചോക്കിൻ്റെ കളറായതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമോയെന്ന് അറിയത്തില്ല. എന്നാലും നിങ്ങളൊന്ന് പറയുന്നതനുസരിച്ച് നോക്കുക കേട്ടോ. ഇപ്പോൾ കറക്റ്റ് 7.5 ഇഞ്ച് നമ്മൾ ആ ഒരു നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാളുടെ ആം ഹോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. ഇനി നമ്മുടെ വേസ്റ്റിൻ്റെ അളവാണ് 6 ഇഞ്ചാണ് അയാളുടെ അളവ്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടെ തയ്യൽ തുപ്പ് കൊടുത്തിട്ട് 8 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത്, ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരാളുടെ മെഷർമെൻറ്റ് തയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഈ അളവൊക്കെ ഒന്ന് ആദ്യമേ കണ്ടുപിടിച്ചെടുക്കണം. ഇത് തുടരെയാണെങ്കിൽ നമുക്ക് ആ ആളുടെ അളവിൽ അങ്ങ് കട്ട് ചെയ്ത് കാണിച്ചാൽ മതി. ഇതിപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരാണ് എങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു ഡീറ്റെയിലിങ്ങിലൂടെ നമ്മുടെ ഷോൾഡർ കണ്ടുപിടിച്ചതും ആം ഹോൾ കണ്ടുപിടിച്ചതും പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് മാറ്റിയിട്ടിട്ട് ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ടിട്ട് ഒന്ന് കൈക്കുഴി വെട്ടിയെടുക്കാം. ഞാൻ ഈ ഒരു തുണി കണ്ടോ, ആ തുണി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ 3-4 വശത്ത് പേൾപ്പിന് കുത്തിയിട്ട് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കൈക്കുഴി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്.
ഇനി നമുക്ക് പ്രിൻസസ് കട്ടാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മുടെ പ്രിൻസസ് ലൈനും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. മുകളിൽ നിന്നും നമ്മുടെ ഷോൾഡറിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ 9 ഇഞ്ചാണ് ആ ഒരു ലെങ്ത് വരുന്നത്. ഇനി അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത്, അതായത് അകലം, ബ്രസ്റ്റ് ടു ബ്രസ്റ്റ് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് അറിയാവോ? നമ്മുടെ ഷോൾഡറിൽ നിന്നും നിങ്ങളുടെ ആ ഒരു നിപ്പിൾ പോയിൻറ്റിലേക്കുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കുക. പിന്നെ നിങ്ങളുടെ ബ്രസ്റ്റ് ടു ബ്രസ്റ്റ് അകലം എത്രയാണെന്ന് നോക്കുക. അതാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അതാണ് ഈ 3.5, 9 എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഇതുപോലൊരു ലൈൻ കൊടുത്തിട്ട് നമ്മൾ ആ വരച്ച ലൈൻ്റെ ഒരു 1.5 ഇഞ്ച് അകലെയായിട്ട് ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്നും ഒരു 2 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ ഒരു 9 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്ന് കൈക്കുഴിയിലേക്ക് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് അങ്ങോട്ട് സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുക്കരുത്, ഒന്ന് കർവ് ഒരു ഷേപ്പിൽ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിൻ്റ് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബ്രസ്റ്റിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നുണ്ടോയെന്ന്. എന്നിട്ട് അവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് തൂങ്ങിക്കിടക്കാതിരിക്കാൻ അവിടുന്ന് ഒന്ന് കട്ട് ചെയ്യണമേ. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റുകളെല്ലാം തന്നെ കട്ട് ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, അത് നമുക്കങ്ങ് വേണ്ട, അത് അങ്ങ് കളഞ്ഞേക്കാം. ആ ഒരു സംഭവത്തിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. കണ്ടോ, അതങ്ങോട്ട് കളഞ്ഞു. ഇനി ആ ഒരു പോയിൻറ്റും കട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ കട്ട് ചെയ്യാൻ ഈ ഒരു ഭാഗത്ത് കാണിക്കാൻ മറന്നുപോയി, പിന്നീട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ തൂങ്ങിക്കിടക്കുന്ന ഭാഗം നിങ്ങൾ കട്ട് ചെയ്തേക്കണേ. എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു പ്രിൻസസ് കട്ട് ഭാഗങ്ങൾ ജോയിൻ ചെയ്ത് വരുമ്പോൾ ഈ ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്തുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ലൈനിങ് ക്ലോത്ത് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ബാക്ക് പാർട്ടാണ് നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത്. അതുപോലെ തന്നെ വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ നെക്കിന് ഒരു റോപ്പ് ഡിസൈൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ലൈനിങ്ങിൽ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ക്യാൻവാസിലാണ് ആ ഒരു നെക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്, 6.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് വരുന്നത്. എന്നിട്ട് താഴെയും ആ 2.5 ഇഞ്ചിന് അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് നമുക്കൊന്ന് വരച്ചെടുക്കാം. കണ്ടോ, ഇപ്പോഴും ഞാൻ പിന്നു കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അത്ര ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതുപോലൊക്കെ ആദ്യമായിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ കോട്ടൺ തുണി ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ആ ഒരു ബോക്സ് വരച്ച ഭാഗത്ത് നിന്നും ഒരു 2 ഇഞ്ച് മുകളിലേക്ക് വരച്ചു. എന്നിട്ട് ആ 2 ഇഞ്ച് മുകളിലേക്ക് വരച്ച ഭാഗത്ത് നിന്നും അകത്തേക്ക് ഒരു 1.5 ഇഞ്ച് പോയിൻ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നു കണ്ടോ. അതായത് നമ്മൾ ഈ ആം ഹോളിനൊക്കെ കർവ് വരയ്ക്കുമ്പോൾ പോയിൻ്റ് കൊടുക്കുമല്ലോ, അതുപോലെ ഒന്ന് കൊടുത്തിട്ട് അവിടെ നിന്നൊരു ചെറിയ വി ആ സെൻറ്ററിലേക്ക് കൊടുക്കുന്നു. ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ ഒന്ന് കണ്ടാൽ മതി. കണ്ടോ, ഇതാണ്. ഇനി ഇത് തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും കൂടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഞാൻ ഇനി ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാവേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഡെമോ കാണിച്ചെന്നേ ഉള്ളേ. അപ്പോൾ ക്യാൻവാസ് എടുത്തു, ഒരു സ്ക്വയർ ഷീറ്റ് എടുത്തിട്ടുണ്ടേ. അതിലേക്ക് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി നെക്കിൻ്റെ വിഡ്ത്ത്, 6.5 ഇഞ്ച് ലെങ്തും അടയാളപ്പെടുത്തി. അത് നമുക്കൊന്ന് സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ടേ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതും ഇപ്പോൾ ചെയ്യുന്നതും ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാലും മനസ്സിലാവും. അപ്പോൾ ഞാൻ നേരത്തെ 2 ഇഞ്ചാണ് പറഞ്ഞത്. എനിക്ക് തോന്നി ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതിയെന്ന് തോന്നി. അതായത് ആ ഒരു സ്ക്വയർ ഷേപ്പ് വരച്ച ഭാഗത്ത് നിന്നും ഒരു 1.5 ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു കർവ് വരച്ചു. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ആ ഒരു ക്യാൻവാസ് ഷീറ്റ് മടക്കിയിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് ഒരു വി ഷേപ്പ് വരച്ചു കൊടുത്തു. അത് തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും വരച്ചു കൊടുത്തു. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ നെക്കിൽ എങ്ങനെയാണോ അടയാളപ്പെടുത്തി കാണിച്ചത് അത് തന്നെയാണ് നമ്മൾ ക്യാൻവാസിലും ചെയ്തത്. ഈ അളവുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാനതൊന്ന് കമൻറ്റിൽ എഴുതിയിട്ടേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുകയാണേ. ഇനി നമുക്ക് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ 7 ഇഞ്ചാണെങ്കിലും 1 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് ക്യാൻവാസ് പേപ്പറിലേക്ക് വേണം. അപ്പോൾ 8 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ നമ്മുടെ ഒരു സ്വീറ്റ് ഹാർട്ട് അല്ല,
സ്വീറ്റ് ഹാർട്ട് പോലെ തന്നെ വന്നിട്ട് കുറച്ചുകൂടെ വൈഡായിട്ട് വരുന്ന ഒരു നെക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതുപോലെ വന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ആദ്യം ഒരു സ്ക്വയർ പോലെ വന്നിട്ട് അവിടെ നിന്നൊരു വൈഡ് വി ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിനി ആ വരച്ചിട്ട ഭാഗത്തൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത്. സ്വീറ്റ് ഹാർട്ടും അല്ല, സ്ക്വയറും അല്ല, അങ്ങനെ എനിക്ക് ഇതിൻ്റെ പേര് മറന്നുപോയി. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ പ്രിൻസസിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് ആദ്യം ലൈനിങ്ങുമായിട്ടൊക്കെ ആ ഒരു ഭാഗം ജോയിൻ ചെയ്യുകയാണേ. ഫുള്ളായിട്ട് ആ ഭാഗങ്ങൾ മൊത്തം നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്തതൊന്നും നിങ്ങൾ കാണിക്കാഞ്ഞാണ്. കാര്യം നമ്മൾ പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലെങ്തും കൂടെ കൂടുന്നതുകൊണ്ടാണ് ആ ഒരു ഭാഗം മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പ്രിൻസസിൻ്റെ രണ്ട് വശത്തെയും ആ ഭാഗങ്ങളും കൂടെ ഒന്ന് ലൈനിങ് ക്ലോത്തുമായിട്ട് മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് എടുക്കാം. ചുളിവൊന്നും വരാതെ നമ്മൾ ആ മെയിൻ ക്ലോത്തിൻ്റെ ആ ഒരു ഫാബ്രിക് ഉണ്ടല്ലോ, അത് എക്സ്ട്രായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈനിങ്ങുമായിട്ട് ചേർത്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു എക്സ്ട്രാ ഫാബ്രിക്കിനെ കട്ട് ചെയ്ത് എല്ലാ വശങ്ങളിൽ നിന്നും മാറ്റി കറക്റ്റായിട്ട് എടുക്കുന്നത് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ ലൈനിങ് കുറഞ്ഞു പോയല്ലോ എന്ന് ചിന്തിക്കരുത് കേട്ടോ. ഞാനിത് എല്ലാവരും ഉദ്ദേശിച്ചല്ല, നമ്മൾ തുടക്കക്കാർക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഭാഗം എടുത്തു പറഞ്ഞത്. ഇനി നമുക്ക് പ്രിൻസസ് ജോയിൻ ചെയ്യാം. നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്നും ഇതുപോലെ കറക്കി കുത്തി നിർത്തി പതിയെ നമ്മുടെ ആ ഒരു പ്രിൻസസ് ജോയിൻ ചെയ്തെടുക്കാം. വീഡിയോയിൽ സ്പീഡാണെങ്കിലും ഞാനും സ്ലോ ആയിട്ട് തന്നെയാണ് ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്പീഡിനൊന്നും എടുത്തിട്ട് ചെയ്യരുതേ. അപ്പോൾ ഇവിടെ ഡബിൾ സ്റ്റിച്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കണം. കാര്യം ഈ ഭാഗങ്ങളൊക്കെ ടൈറ്റായ ഭാഗങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യൽ വിട്ടുപോകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്തേക്കണേ. അപ്പോൾ രണ്ട് പ്രിൻസസും നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് കപ്പ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ കപ്പ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. അതൊന്ന് ഞാനൊന്ന് കാണിക്കുവാണ്. അപ്പോൾ ആദ്യം തന്നെ ആ കപ്പിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ കപ്പ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരും. നമ്മളിപ്പോൾ 28 ഈ ഒരാളുടെ സൈസ്. അപ്പോൾ ഞാൻ അതിൻ്റെ 2 ഇഞ്ച് കൂട്ടി 30 ഇഞ്ചിലാണ് ഈ സൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിൻസസിന് എത്രയാണോ ലൈനെന്ന് ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. 9 ഇഞ്ചാണല്ലോ നമ്മുടെ ലൈൻ. ആ 9 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഒന്നുകൂടെ ആ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ട് നമ്മളിത് മെയിൻ ക്ലോത്തിലോട്ടൊന്നും തയ്യൽ വരാതെ ഇരിക്കാൻ വേണ്ടി തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സൂചി നൂലും കൊണ്ട് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്ററുമായിട്ട് ചേർത്ത് മെയിൻ ക്ലോത്തിലോട്ട് സ്റ്റിച്ച് വരാതെ ഇതുപോലൊന്ന് തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തുന്നിയെടുത്തപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് വേറൊരു ലൈനിങ്ങും കൂടെ വേണം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഫ്രണ്ട് പാർട്ടിലേക്ക് നമ്മൾ ഫുള്ള് 2 ലൈനിങ്ങാണ് എടുക്കുന്നത്. അപ്പോൾ 2 ലൈനിങ് എടുത്തതിന് ശേഷം ആദ്യം അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് നമുക്ക് ആ ഒരു ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ ഈ ലൈനിങ്ങുമായിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ എടുത്ത ലൈനിങ്ങുമായിട്ട് ഫുള്ളായിട്ട് ഈ ഒരു കപ്പിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ലൈനിങ്ങിൽ മാത്രമായിട്ട് ചേർത്ത് നിർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ ഒരു ഫുള്ള് ഭാഗവും 4 വശവും നമുക്ക് ഈ ലൈനിങ്ങുമായിട്ട് മെയിൻ ക്ലോത്തിനെ ചേർത്ത് അടിച്ചെടുക്കാവേ. ഇതിപ്പോൾ കുറച്ച് പാടാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക്. എന്നാലും നിങ്ങളൊന്ന് ചെറുതായിട്ട് തയ്ച്ച് കൊടുത്തെടുക്കണേ. അപ്പോൾ നമ്മൾ ആ ഒരു ബാക്ക് ഭാഗം എല്ലാം ഇതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിലേക്ക് അല്ല, നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത നെക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നല്ല വശത്തിലേക്കാണ്, നല്ല വശം ചേർത്താണ് വെച്ചിരിക്കുന്നത്. സെൻറ്ററും ചേർത്ത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നമ്മളെങ്ങനെയാണോ സാധാരണ ക്യാൻവാസ് അടിച്ചെടുക്കുന്നത് അതുപോലെ എങ്ങനെയാണോ ആ നെക്കിൻ്റെ ഷേപ്പ് കിടക്കുന്നത് ആ ഷേപ്പിനനുസരിച്ച് നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കാം. ആ ഒരു കോർണർ ഭാഗമൊക്കെ വരുമ്പോൾ സൂചി കുത്തി നിർത്തി ആദ്യം ആ ഒരു
ത്രികോണ ഭാഗം നമ്മൾ വരച്ചെടുത്ത ആ ഭാഗത്തിലേക്ക് ഇങ്ങനെ വരച്ചു കൊണ്ടുവരിക. അതിനുശേഷം ദേ ഇങ്ങനെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് മേളിലേക്ക് ഒന്നടിച്ചു പോവുക. വീണ്ടും അവിടെ കുത്തി നിർത്തി താഴേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പ് അങ്ങ് ഫുള്ളായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ അങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിവിടെ റോപ്പിനെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാൻവാസിൽ ആദ്യം അടിച്ചെടുക്കുമ്പോൾ തന്നെ ആ റോപ്പ് വെക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഈ ഒരു ക്യാൻവാസിനെ അതിന് മാത്രം അറ്റാച്ച് ചെയ്ത് കാണിച്ചത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തിലോട്ടോ ഈ ഒരു കട്ട് പോവരുത്. അത്രത്തോളം ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ പോയിൻറ്റുകൾ മാത്രം ഒന്ന് നമ്മുടെ ഒരു കണ്ണുകൾ കൊണ്ട് സൂം ചെയ്ത് ആ ഒരു പോയിൻറ്റ് മാത്രം കട്ട് ചെയ്ത് എടുക്കാവേ. അതിനുശേഷം ഇവിടെ നമ്മൾ റോപ്പ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ, അതായത് ഡോറി. ആ ഡോറിയെ നമ്മൾ ഏറ്റവും തിന്നായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കോർണർ പോലെ വരുന്ന ആ ഒരു, അതായത് ത്രികോണം പോലെ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് നമ്മുടെ ആ ഒരു ഡോറിയെ വെച്ച് കൊടുക്കുക. 2 ഡോറിയാണ്. 2 ഡോറിയും ഇതുപോലെ എന്തായാലും ഒന്ന് കോർണറായിട്ടിരിക്കുന്ന ഒരു സാധനം വെച്ചിട്ട് ചേർത്തങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്ത് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിത് തിരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ. അപ്പം ആ ഒരു ഡോറിയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പോയിൻറ്റ് കറക്റ്റായിട്ട് ഷേപ്പിന് വെളിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുമേ. ഒന്ന് വലിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു നെക്കിനെ ഒന്ന് പതിച്ചടിക്കാം. കണ്ടോ, ആ ഒരു എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് തുണിയൊന്നും ചുളുങ്ങിയോ അല്ലെങ്കിൽ വലിഞ്ഞോ ഒന്നും ഇരിക്കാതെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പതിച്ചടിക്കൽ ചെയ്യേണ്ടത്. കാര്യം ഇത് നമ്മുടെ നെക്ക് ഫിനിഷിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചുളുവോ അല്ലെങ്കിൽ വലിച്ചിലോ വന്നാൽ നമ്മൾ ഇത്രയും ചെയ്തേക്കാൻ വെറുതെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്തേക്കണേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണേ. ഓപ്പോസിറ്റ് സൈഡൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് നെക്ക് പാർട്ട് കറക്റ്റായിട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഡോറിക്ക് അത്യാവശ്യം ലെങ്ത് ഇട്ടിട്ടുണ്ട്. കാര്യം ബാക്കിൽ അതിങ്ങനെ നമ്മുടെ പുറത്തോട്ട് കിടക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അല്ലാണ്ട് ജസ്റ്റ് നെക്ക് വരെ മാത്രമല്ല ഞാൻ കൊടുത്തിരിക്കുന്നത്, അങ്ങ് തൂങ്ങി ഹാങ്ങിങ് ആയിട്ട് കിടക്കട്ടെന്ന് കരുതി കേട്ടോ. ഇനി ബാക്ക് നെക്കാണ്. എങ്ങനെയാണോ നമ്മൾ ഫ്രണ്ട് നെക്ക് അടിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് നെക്ക് നല്ല വശം സെൻറ്റർ ടു സെൻറ്റർ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അതിനുശേഷം ആ ഒരു ബാക്ക് ഭാഗത്തെ ക്ലോത്തുകളെയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ തിരിച്ചെടുത്തിട്ട് ഞാനിവിടെ നെക്കിനെ പതിച്ചടിക്കുന്നില്ല. അതിന് പകരം നമ്മുടെ ലൈനിങ് ക്ലോത്തുമായിട്ട് ആ ക്യാൻവാസ് ഒട്ടിച്ച ആ ഒരു ക്ലോത്തിനെ മാത്രം ഞാൻ ചേർത്തടിക്കുവാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ലൈനിങ് ക്ലോത്തുമായിട്ട് നമ്മുടെ ക്യാൻവാസ് അടിച്ച ക്ലോത്തിനെ മാത്രം ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ ഒരു സ്റ്റിച്ചും തന്നെ കൊള്ളുന്നില്ല കേട്ടോ. ഇവിടെ ചുളിവ് വരാതെ ആ ഒരു ലൈനിങ്ങിനെ വിരിച്ചെടുത്തിട്ട് ചെയ്താൽ മതി. ഞാൻ കുറച്ച് വീഡിയോ സ്പീഡിലിട്ടത്, നമ്മൾ എടുത്തത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഒരുപാട് ലെങ്ത് വരുന്നുണ്ട്. ഒരു 40 മിനിറ്റോളം വരുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് കൂട്ടിയത് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്യാം. ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിന് 2 നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് പീസിനെ മാറ്റി നിർത്തിയിട്ട് ഷോൾഡറിന് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ആ ലൈനിങ് ക്ലോത്തിനെ കൂടെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 വശവും അടിച്ചെടുത്തിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ ഒരു ഏറ്റക്കുറച്ചിലും ഇല്ലാണ്ട് നമ്മുടെ ഷോൾഡർ ഭാഗം നന്നായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മുടെ സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അതും ഞാൻ കാണിക്കുന്നില്ല. നമ്മുടെ നല്ല വശവും ചേർത്ത് സ്ലീവ് അങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനത് ഒരുപാട് ലെങ്ത് ആകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മുന്നത്തെ വീഡിയോയിലും ഒക്കെ എല്ലാ വീഡിയോയിലും ഇതൊക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ സ്കിപ്പ് ചെയ്യുന്നത്. ലെങ്ത് കൂടിപ്പോവും. പിന്നെ നമ്മുടെ പ്രധാന
ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു റോപ്പ് നെക്ക് എങ്ങനെ ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി നമുക്കിതാ ബാക്കിൽ ഹുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബാക്ക് ഭാഗം സെൻറ്റർ വെച്ചിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ ഒരു പടി വരുന്ന ഭാഗത്ത് ഒരു 2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് നല്ല വശം വെച്ച് അടിക്കുക. അതിനുശേഷം അതിനെ തിരിച്ച് ഇതുപോലെ മടക്കി മോശം വശത്തിലേക്ക് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതായത് നമ്മൾ വെച്ച ക്ലോത്തിൻ്റെ ഒരു പോയിൻ്റ് പോലും വെളിയിൽ കാണാത്ത രീതിയിൽ നമ്മളിത് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഹുക്ക് വെക്കുന്ന ഭാഗത്തിൻ്റെ മോശം വശത്തിനോട് ചേർത്ത് ഇതുപോലെ ഒരു 3 ഇഞ്ചിൽ തുണി എടുക്കുക. അതിന് ഇതുപോലെ ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം നല്ല വശത്തിലേക്ക് എടുത്തിട്ടിട്ട് ഇതുപോലെ കുറച്ച് ഒരു 1/4 ഇഞ്ച് അധികം വരുന്ന രീതിയിൽ, അത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് മടക്കി കൊടുക്കരുത്, വെളിയിൽ നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുത്ത് കൊടുക്കാവേ. കണ്ടോ? എന്നിട്ട് ഈ സമയത്ത് തന്നെ നമ്മൾ ഹുക്കിൻ്റെ ആ ഒരു ലൂപ്പും കൂടെ ചെയ്തെടുക്കുവാണേ. ഇതൊക്കെ നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്കിത് മാത്രമായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ഹുക്കിൻ്റെ ലൂപ്പും ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ പടി വെച്ചെടുക്കാം കേട്ടോ. ആദ്യം നല്ല വശത്തിലേക്ക് ഒരു 2 ഇഞ്ച് വരുന്ന ഒരു ബാൻഡ് വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും എല്ലാം ഒരുപോലെയാണോ വരുന്നതെന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ഇതുപോലെ ആ ഒരു ക്ലോത്തും കൂടെ ആയിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ആ ഒരു ക്ലോത്തിനെ അകത്തേക്ക് നല്ല മോശം വശത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് പതിച്ചടിച്ചെടുക്കാം. ഒന്നിൽ നിങ്ങളിതിനെ ഈ ഭാഗങ്ങളിലൊക്കെ എമ്മിങ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ പക്ഷേ സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇതുപോലെ ഒരുപോലെയാണോ നോക്കി പതിച്ചടിച്ചെടുക്കുക. അതിനുശേഷം ബാക്കി വന്ന ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ഫ്രണ്ട് വശവും ബാക്കിയുള്ള വശങ്ങളും എല്ലാം ഇതുപോലെ പടി വെച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കിനി സൈഡ് ജോയിൻ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിതാ നല്ല വശം ചേർത്ത് വെച്ച് സ്ലീവിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ അടിച്ച് വരാം. കൈക്കുഴിയുടെ ഭാഗമൊക്കെ ഒരുപോലെയാണോ എന്ന് ചേർത്ത് വെച്ചിട്ട് വേണം അടിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ കൈക്കുഴിയിൽ ഏറ്റക്കുറിച്ചിൽ വരുമ്പോൾ അതൊരു അഭംഗിയാണ്. അപ്പോൾ ഇത് താഴോട്ട് വന്ന് ഇതുപോലെ അടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ വശം അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ഈ ഓണത്തിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ ഓണത്തിന് സ്റ്റൈലിഷായിട്ട് ഇത് വെയർ ചെയ്യാൻ പറ്റും. നിങ്ങളിതൊന്ന് തയ്ച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കും കൂടെ പറഞ്ഞേക്കണേ. അപ്പോൾ ഇനിയും പുതിയ മോഡലുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ ആ ഒരു നെക്ക് ബാക്ക് ഭാഗം ഇതുപോലെയാണ് വരുന്നത് കണ്ടോ. ഫ്രണ്ടിൽ നമ്മുടെ ആ ഡോർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. പ്രിൻസസ് ലൈനൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബായ്.